പശ്ചിമേഷ്യ കത്തുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ റിപ്പോർട്ടുകൾ ഒരുപാട് വരുന്നു. ഇന്ത്യ ടുഡേ വളരെ വളരെ നന്നായിട്ട് ഇന്ത്യ ടുഡേയും അതുപോലെ വിയോൺ തുടങ്ങിയ ചാനലുകളുമൊക്കെ എല്ലാ വിശേഷങ്ങളും അതിൻ്റെ കാണിക്കുന്നുണ്ട്. മലയാളം ചാനലുകളിൽ ഒന്നും ഇപ്പോൾ കാണാനില്ല. കാരണം ഈ വാർത്തകളെല്ലാം അവരെ ഏതാണ്ട് തമസ്കരിച്ച രീതിയിലാണ്. കാരണം ഇലക്ഷൻ ആയല്ലോ. അപ്പോൾ ഈ ഇലക്ഷനിൽ ആര് എങ്ങോട്ട് പോകുന്നു, ആര് പിന്നെ ഈ അതായത് പ്രചാരണം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വാർത്തകൾ ആരും അധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നോർമലൈസ്ഡായി വന്നുകൊണ്ടിരുന്നതാണ് വ്യോമ ഗതാഗതം. അതായത് GCC കൺട്രിയിലേക്കും നമ്മുടെ രാജ്യത്തേക്കും ഒക്കെ തിരിച്ചുള്ള വ്യോമ ഗതാഗതം എന്ന് പറയുന്നത് ഏതാണ്ടൊന്ന് നോർമലൈസ്ഡായി, ഏതാണ്ടൊരു രീതിയിലൊന്ന് ശരിയായി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് വീണ്ടും തകിടം മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ദുബായിലെ വിമാനത്താവളം ഉണ്ടല്ലോ, അവിടെ ഒരു ഇറാൻ അയച്ച ഒരു ഡ്രോൺ പതിച്ചിട്ട് അവിടുത്തെ ഒരു ഇന്ധന ടാങ്കിന് തീ പിടിച്ചു എന്നുള്ളതാണ് വാർത്ത. ആ തീ വളരെ കഷ്ടപ്പെട്ടാണ് അവർ അണച്ചത്. മാത്രമല്ല, ദുബായ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റുകളൊന്നും അവിടെ ലാൻഡ് ചെയ്യുന്നില്ല. അവിടുന്ന് ഫ്ലൈറ്റുകളൊന്നും പുതുതായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. ദുബായിൽ യഥാർത്ഥത്തിൽ 2 എയർപോർട്ടുകളാണുള്ളത്. അത് 2 വലിയ ടെർമിനലുകളെന്ന് പറഞ്ഞാൽ ടെർമിനൽ 3 ആണ്. അതിൽ നിന്നാണ് എമിറേറ്റ്സിൻ്റെ എല്ലാ വിമാനങ്ങൾക്കും എക്സ്ക്ലൂസീവായിട്ട് അവിടുന്ന്, വേറെ അവിടെ വിമാനമൊന്നും കയറക്കാത്തില്ല. മറ്റേ 1ഉം 2ഉമാണ് ബാക്കി മറ്റ് എയർലൈൻസുകൾക്ക് കൊടുത്തേക്കുന്നത്. ഈ 3ാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവർക്ക് മാത്രമുള്ളതാണ്, എമിറേറ്റ്സിന് മാത്രമുള്ളതാണ്. സത്യത്തിൽ ഞാൻ പണ്ട് 2 തവണ ഈ മറ്റേ 1ഉം 2ഉം ടെർമിനലുകളിൽ പോകാനിടയായിട്ടുണ്ട്. അതേ ഉള്ളൂ. ഏതാണ്ട് 100 പ്രാവശ്യമെങ്കിലും ഞാൻ ഏറ്റവും കുറഞ്ഞ ദുബായി പോയി കാണും. പക്ഷേ ഈ ബാക്കി മുഴുവൻ ഇത് എമിറേറ്റ്സിലുള്ള യാത്ര ആയതുകൊണ്ട് ടെർമിനൽ 3യിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ എയർപോർട്ടാണ്. അവിടെയൊക്കെ ഒരു തീപിടുത്തം ഇതുപോലെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കുന്നതല്ല. മാത്രമല്ല, എയർപോർട്ടിൽ തന്നെ ഡ്രോണുകൾ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവർക്ക് അത് ഫ്ലൈറ്റുകൾ എല്ലാം അവിടെ ഗ്രൗണ്ട് ചെയ്ത് നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഇവിടുന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്നും ഒക്കെ പോയ വിമാനങ്ങൾ, ഇന്ത്യയിൽ നിന്ന് പോയ വിമാനങ്ങൾ, ഇന്ന് രാവിലെ പോയ വിമാനങ്ങളെല്ലാം അതേപോലെ ഇങ്ങ് തിരിച്ചു വിടുകയാണ് ദുബായിൽ ഇറക്കാതെ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇതിൻ്റെ ആ കാഠിന്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ട്രംപൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് 4 ദിവസം കൊണ്ട് റെഡിയാവും, എല്ലാം റെഡിയാക്കി എടുക്കും. ഇവർ വെനിസ്വേല പിടിച്ചതുപോലെ ആണെന്ന് വിചാരിച്ചു. മഡുറോയെയും ഭാര്യയും കൂടെ കൊണ്ടുപോയി കെട്ടിയിട്ട് അമേരിക്ക കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് പോലെയാണ്, എന്നിട്ട് അവിടെ അങ്ങ് പിടിച്ചു കളയാം എന്നുള്ളൊരു ധാരണയായിപ്പോയി. അതാണ് പറ്റിയത്. ഇവരുടെ ചിന്താക്കുഴപ്പമാണ്. കാൽക്കുലേഷനിൽ ഒരുപാട് മിസ്റ്റേക്ക് അമേരിക്കയ്ക്ക് ഇതിനകത്ത് സംഭവിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എടുത്തിയാട്ടമുണ്ടല്ലോ, വളരെ വലുതായിപ്പോയി. അയാൾ ഇവരൊന്നും ഊഹിച്ചതുപോലെ അവർ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു തീരുമാനമായി പോയി എടുത്തത്. അങ്ങനെ ഇപ്പോൾ അതല്ല, ഇറാൻ പ്രസിഡൻറ്റും ഒക്കെ പറയുന്നത് കേട്ടാലേ നമുക്ക് അതിശയം വരും. നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടായാലും അയാളെ പിന്തുടർന്ന് കൊല്ലും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നത് ടെഹ്റാൻ നശിപ്പിച്ചതിലോ രാജ്യം നശിപ്പിച്ചതിലോ ഇത് ആയത്തുള്ളാൽ ഖൊമേനിയെ വധിച്ചതിലോ ഒന്നുമല്ല. അവിടുത്തെ കുഞ്ഞുങ്ങളെ, ഏതാണ്ട് 185 പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ അവരെ മുഴുവൻ ബോംബിട്ട് കൊന്നു എന്നുള്ളതാണ് ഈ നെതന്യാഹുവിൻ്റെ പേരിൽ അവർ കൊടുത്തേക്കുന്ന ചാർജ്. അതിനവരെവിടായാലും ഇയാളെ കൊലപ്പെടുത്തും എന്നാണ് അവരുടെ പ്രഖ്യാപനം. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇനി അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലെന്ന് പറയുന്നതിനകത്തൊരു ചെറിയ സംശയമുണ്ട്. നെതന്യാഹു, ഇറാൻ്റെ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടെന്നൊരു വാർത്ത
ഇറാൻ പലപ്പോഴും കൊടുക്കുന്നുണ്ട്, ചില ഏജൻസികളൊക്കെ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നേതന്യാഹു ഒരു കപ്പ് കാപ്പിയും കുടിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ചിത്രം അത് വന്നു. അത് AI നിർമ്മിതിയാണെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ അസത്യങ്ങൾ എനിക്കറിയില്ല, പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. കാരണം ഇന്നത്തെ കാലത്ത് ഇത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ്. മുജ്തബ കൊമൈനി, അതായത് ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയുടെ രണ്ടാമത്തെ പുത്രൻ, അയാൾ വധിക്കപ്പെട്ടു എന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ അയാളുടെ പ്രസ്താവനകൾ വരുന്നുണ്ട്, അയാൾ പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അയാളെ ഇനി വെളിയിൽ ഇറക്കണം ഇവർക്ക്, എന്നാലേ അയാളെ കൊല്ലാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ്. അപ്പോൾ അയാൾ അതുകൊണ്ട് അയാളുടെ പ്രസ്താവനകളാണ് വെളിയിൽ വരുന്നത്. അന്നേരം അതിന് പറഞ്ഞത് എന്താണെന്നറിയോ, പിന്നെ ആ കളം മാറ്റി ചവിട്ടി. അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഫെബ്രുവരി 28 ആക്രമണത്തിൽ എന്നുള്ളതാണ്. യുദ്ധമല്ലേ, ആക്രമണത്തിൽ പരിക്കൊക്കെ ഏറ്റുകയാണ് ചിലപ്പോൾ, നമുക്കറിയാൻ പറ്റില്ല. ഏതായാലും അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതായി ഇപ്പം. അയാളെ വധിച്ചു എന്നുള്ളതായിരുന്നു ആദ്യത്തെ കൊടുത്ത വിവരം. അത് പിന്നെ അത് മാറ്റി അയാൾക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതായി വാർത്ത. ഇനി ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പോൾ മിസൈൽ ശേഖരം പിന്നെ ഇറാൻ്റെത് എല്ലാം ഇപ്പം തീരും എന്നാണ് ഇവർ കരുതിയിരുന്നത്. എവിടെ തീരാന്? അവന്മാർ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഉസ്താദുമാരാണ്. അവർ പുതിയത് ഇപ്പോൾ സജൽ എന്ന് പറയുന്ന ഒരു ഏറ്റവും അത്യന്താധുനികമായിട്ട് അവർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു മിസൈലുണ്ട്. അതാണ് ഇപ്പോൾ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പറയും ഇവരുടെ മിസൈലൊന്നും ഇല്ലെന്ന് പറയും. അത് പറഞ്ഞ് നാക്കെടുത്ത് തീരുന്നതിന് മുമ്പ് ഒരു 100 എണ്ണമാണ് കത്തിച്ച് ഒരൊറ്റ അടി അയക്കുന്നത്. അപ്പോൾ അവർ വളരെ പ്രിപ്പയർഡായിരുന്നു. അവർക്കറിയാം ഇങ്ങനൊരു ഇവർക്ക് എന്നായാലും ഈ ആക്രമണം നേരിടേണ്ടതായിട്ട് വരും എന്നവർക്കറിയാം. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിലും അതായത് അവർ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തിൽ അവർ സറണ്ടർ ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഒമാനുമായിട്ട്. കാരണം ഒമാനോട് പറഞ്ഞു, ഇത് ഇന്നത്തെ ഇപ്പോൾ അതായത് ഞങ്ങൾ ഇത് ഒന്നും ചെയ്തില്ല, ഞങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതല്ലാതെ ഈ യുറേനിയം, ഇനിയുള്ള യുറേനിയം എന്ന് പറയുന്നത് ഞങ്ങൾ സംശുദ്ധീകരിക്കുന്ന കാര്യമേ ഇല്ല, ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ട് പോലും ഇല്ല, ആട് വെള്ളം കലക്കി എന്നുള്ള ആ ആരോപണം ഉയർത്തിയാണ് യഥാർത്ഥത്തിൽ അതുപോലെ ആക്രമിച്ചെന്ന് പറയുന്നത് പോലാണ് ട്രംപ് ഈ ആക്രമണത്തിന് ഉത്തരവിട്ട് നേതന്യാഹു എന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. നേതന്യാഹുവിൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയായിട്ട് ട്രംപ് മാറി എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അപ്പം ഇത് പ്രതീക്ഷയുടെയൊക്കെ അപ്പുറമായിപ്പോയി. ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഇന്ന് ട്രംപ് പറഞ്ഞേക്കുന്നത് ഏതാണ്ട് 4 മണിക്കൂർ മുമ്പ് ഈ ഒമാനിലെയും അതുപോലെ തന്നെ സൗദിയിലെയും എല്ലാ US പൗരന്മാരും അവിടെ വിടണമെന്ന് ട്രംപ് തന്നെ പറഞ്ഞു. കാരണം അവിടെ വിട്ടില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുക, ഇവന്മാരെല്ലാം അവിടെ നിന്ന് പോയാൽ ഇറാൻ അവരെ ആക്രമിക്കത്തില്ല. അതല്ലെങ്കിൽ 3 തരം വീണ്ടും ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ സത്യം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒമാനിലും അതുപോലെ സൗദിയിലും US പൗരന്മാർക്ക് കഴിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം അവിടെ വിടണം എന്ന് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇവർക്ക് രാജ്യങ്ങൾക്കും അത് വളരെ ഇഷ്ടമാണ് ഇവന്മാർ അവിടെ ഒന്ന് പോകുന്നത്. കാരണം അവരുടെ നേരെ ആക്രമണം ഉണ്ടാകത്തില്ല. അവരവിടെ ഉണ്ടെങ്കിൽ ഇറാൻ അവരെ അടിക്കും, ഉറപ്പാണ്. ഇതിപ്പോൾ ഈ മിസൈൽ പ്രതിരോധ ശക്തി അതിനെ പ്രതിരോധിച്ചെന്നൊക്കെ പറയുന്നില്ലേ, ഒരു തവണ ഒരു മിസൈലിനെ പ്രതിരോധിക്കുന്നതിന് എത്ര കോടി ഡോളറാണ് ചിലവാകുന്നതെന്നറിയോ? ഏതാണ്ട് $100 കോടി ചിലവാകുന്നത്. ആ സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേട്ടത് ഇവിടെ അതായത് ഈ ഖത്തറിലെ ഇവരുടെ പാളയത്തിൽ, അതായത് ഈ അമേരിക്കയുടെ ആ പാളയത്തിലുണ്ടായിരുന്ന ഇതുപോലെ പ്രതിരോധിക്കാനുള്ള മെഷീനെല്ലാം നേരെ അത് അവിടുന്ന് കയറ്റി ഇസ്രയേലിൽ കൊണ്ടിറക്കിയിട്ടുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളില്ല ഇനി. അത് മാത്രമല്ല, അമേരിക്കയുടെ കയ്യിൽ പോലും ഇത് ഷോർട്ടാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ആ രീതിയിലേക്ക് മാറി. അതായത് ഇനി മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ ഇവർക്ക് തടയാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം വന്നാൽ
പശ്ചിമേഷ്യ വീണ്ടും കത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ട്രംപ് യുദ്ധം നിർത്തണം, ഞങ്ങളിനി ആക്രമിക്കുന്നില്ല, അത് ഊരിക്കൊണ്ട് പോകാൻ നിൽക്കുക, അതിപ്പോൾ എന്തായാലും പെട്ടെന്നാവും. ഇപ്പം ഇനി അതുപോലെ ട്രംപിൻ്റെ ഒരു അഭ്യർത്ഥന മറ്റ് നാറ്റോ രാജ്യങ്ങളോട്, അതായത് ഈ കടലിടുക്ക്, ഈ ഹാർമൂസ് കടലിടുക്കുണ്ടല്ലോ, അത് അവിടം സുഗമമാക്കാൻ, അവിടത്തെ തടസ്സം മാറ്റാനായിട്ട് നിങ്ങളുടെ എല്ലാം സഹായം വേണമെന്ന്. ഇയാൾക്ക് അവിടെ ഇരുന്ന് ഇപ്പം ഈ സഹായം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അന്തസ്സായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അത് അവിടെ കയറി അടിച്ച് അവർ വേറെ മാർഗമില്ലാതെ അവരിപ്പോൾ തടയാൻ പോയി. അവരെ ചൊറിഞ്ഞാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ചൊറിഞ്ഞല്ല, അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കി. ടെഹ്റാൻ ഏതാണ്ട് നിലംപരിശാക്കിയതുപോലാണ്. പക്ഷേ അവർക്കത് വലിയ പുതുമയൊന്നും അല്ല. ഇറാനിലുള്ള ആളുകൾക്ക് ടെഹ്റാൻ നിലംപരിശാക്കിയിട്ട് ഇപ്പോൾ അവിടെ വീണ്ടും ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കാരണം അവിടെ ആളുകളെല്ലാം അവിടെ തെരുവിലൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അത് കൂടാതെ അവിടെ ട്രാൻസ്പോർട്ട്, അതായത് വെഹിക്കിൾ, വാഹന ഗതാഗതമൊക്കെ നടക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് വരുന്നു. അവർക്കിത് പ്രശ്നമൊന്നുമല്ല. അവർ ഈ തീയിൽ കുരുത്തവരാണ്. അവർ വെയിലത്ത് വാടത്തില്ല. അത് തിരിച്ചറിയണം. അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവിടെയൊക്കെ കയറി ആക്രമിക്കാൻ പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ യവന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊന്നും സാധാരണ അല്ലല്ലോ. അവർ ജനിച്ചു വീണ അന്ന് മുതൽ തോക്കെടുത്ത് തോള വെച്ചുകൊണ്ട് നടക്കുന്നതാണ് അവരുടെ പരിപാടി. ഇറാഖിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോടെല്ലാം അഭ്യർത്ഥിച്ചൊക്കെയാണ് നാറ്റോ അടുത്തൊക്കെ കിടന്ന് കാലി പിടിക്കുക, എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ആ തടസ്സം മാറ്റണം. ഇപ്പോൾ ബ്രിട്ടനിലെ കെയർ സ്റ്റാമറുമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ദീർഘനേരം സംഭാഷണം നടത്തിയതായിട്ട് പറയപ്പെടുന്നു. അത് ഇതിനെ സംബന്ധിച്ചാണ്. കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നതാണ് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി, അതിലെ ഗതാഗതം തടഞ്ഞതോടുകൂടി വളരെ വലിയ പ്രശ്നമാണ് ലോകത്ത് മുഴുവൻ. വില കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില, അത് ലോകം മുഴുവൻ, അത് ഇനി ഷോർട്ടേജ്, LPGയുടെ ഷോർട്ടേജും അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ, അതായത് പെട്രോളിയം പ്രോഡക്ട്സ്, അതേപോലെ ഡീസൽ, ഇതിൻ്റെ എല്ലാം ഷോർട്ടേജ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിലും ഒക്കെ വളരെ വലിയ മാഗ്നിറ്റ്യൂഡാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതറിയാൻ വയ്യാതെ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞതുപോലാണ് ട്രംപ് ഇറാനെ കയറി ആക്രമിച്ചത്. ഒരു കാര്യമില്ലായിരുന്നു, അവരെ വരുതിക്ക് നിർത്താമായിരുന്നു. അവർ നിൽക്കാൻ തയ്യാറായതുമാണ്. അപ്പം നെതന്യാഹുവിന് അത് പോരാ, ഇവരെ വൈപ്പ് ഔട്ട് ചെയ്യണം. വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്ന ആരാണെന്ന് നമുക്ക് കാണാം, നോക്കിയിരുന്നോളൂ. വളരെ പ്രശ്നമാണ് ഇത്. നമ്മൾ ഉദ്ദേശിക്കാത്ത മാഗ്നിറ്റ്യൂഡിലേക്ക് പോയി. ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ വയ്യാതായല്ലോ. GCC കൺട്രീസിലൊക്കെ നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് അന്നം തരുന്നവരവരാണ്, പ്രവാസികളാണ്. ആ പ്രവാസികളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവരുടെ ഭയവും നമ്മൾ തിരിച്ചറിയണ്ടേ, മനസ്സിലാക്കണം. നമുക്കാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലാതെ അമേരിക്കയ്ക്കല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അമേരിക്കയിലായാലും അവിടെയെല്ലാം വിലക്കയറ്റം, വലിയ വിലക്കയറ്റത്തിലാണിപ്പോൾ. അവിടെ ആളുകളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ് ഇത് മുമ്പോട്ട് പോകാൻ. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്തിയാൽ ഒരു പരിഹാരമാവും. നിർത്തിയില്ലെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യ കത്തി നശിക്കും. നശിച്ചാൽ ആർക്കില്ലാതാകും? നമുക്കാണ് കൂടുതൽ ഇല്ലാതാവുന്നത്. ചിന്തിക്കണം.